വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ അനൂപ്, മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊക്കെ ആണോന്ന് വീണ്ടും ആലോചിച്ചു. ഇത്രയൊക്കെ ഞാൻ ചെയ്തിരുന്നത് പൊതുവെ എനിക്ക് ഉപദേശം ഇഷ്ടമല്ല. ഇന്ന് വളരെ പ്രശംസനീയമായ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടിരിക്കുന്നത്. പൊതുവെ ഇത് ലോകം നമ്മളോട് നിരന്തരം പറയുന്നത് വായനാശീലം കുറയുന്നു, ലോകത്തെല്ലായിടത്തും വായനാശീലം കുറയുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ അത്തരം ഒരു വാർത്തകൾക്കിടയിൽ ഒരു യുവ സുഹൃത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ അനിയനാണ്, എൻ്റെ പലർക്കും അറിയാം, ചേട്ടനെയും ചിരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്, എൻ്റെ വീട്ടിലുള്ള മകനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു സന്ദർഭം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു വെഞ്ചർ അദ്ദേഹം ഈ രീതിയിൽ എടുത്തു എന്നുള്ളത് ഈ കേരളത്തിലെ യുവാക്കൾക്ക്, മറ്റു എഴുത്തുകാർക്കും അതുപോലെ എന്റർപ്രണേഴ്സിനുമെല്ലാം ഏറ്റവും ഗുണകരമായ, അല്ലെങ്കിൽ അവർക്ക് കൂടി മാതൃക ആക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലോകമെമ്പാടും ഒരു 150 ബില്യൺ ആണ് ഇപ്പോഴത്തെ പുസ്തകം പ്രിന്റിങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക്. പക്ഷേ 2033 ആകുമ്പോഴേക്കും ഇറ്റ്സ് ഗോയിങ് അപ് ടു അറൗണ്ട് 200 ബില്യൺ എന്നൊക്കെ കണക്ക് വരും എന്നാണ് വെപ്പ്. കൂടുതൽ എൻ്റെ സന്തോഷമൊത്തുണ്ട്. എനിവേ, അത് വളരെ സന്തോഷകരമാണ്, ഗുണകരമാണ്. അത് രാജ്യത്തിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ചിന്തിക്കുന്ന എല്ലാവർക്കും വളരെ ഗുണകരമാണ് എന്ന കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എഴുത്തിൻ്റെ ഭാഗത്തിൽ അത്തരമൊരു ശുഭസൂചകമാണോ ഈ കാര്യങ്ങളെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വളരുന്നത് കൂടുതലും ഇപ്പോൾ നമുക്കറിയാം, അത് റൊമാൻസും ഫാൻറ്റസിയും അതുപോലെ തന്നെ ത്രില്ലർ സെക്ടറിലാണ് കൂടുതൽ പുസ്തകങ്ങളുടെ വളർച്ച. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ അത് ഹിസ്റ്ററിയോ അതല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഗുണം വരുന്ന രീതിയിലുള്ള സാഹിത്യത്തിൻ്റെ വളർച്ച. ഇപ്പോൾ നേരത്തെ കടിക്കൽ പറഞ്ഞിരുന്നു, രണ്ടാം മൂലമൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന മഹത്തായ ഒരു കൃതിയുടെ ഒരു സന്ദേശം, അതെല്ലാം ഇത്തരത്തിലുള്ള പുതിയ ത്രില്ലറുകൾക്കും അതുപോലെ തന്നെ റൊമാൻറ്റിക് പുസ്തകങ്ങൾക്കും അതുപോലെ തന്നെ ഫാൻറ്റസികൾക്കും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രായത്തിൻ്റെ മുടി കറപ്പിച്ചാൽ മാത്രം പ്രായം കുറയില്ല എന്നുള്ള അറിവിൻ്റെ മറ്റൊരു ഭാഗമായിരിക്കാം എനിക്ക് കിട്ടാറില്ല. അത്തരം ത്രില്ലറുകൾ കിട്ടണമെങ്കിൽ സന്തോഷം. പക്ഷേ വായനയുടെ ലോകത്തേക്ക് പുതിയ ജനത, പുതിയ മനുഷ്യർ, ചെറുപ്പക്കാർ ധാരാളം കടന്നു വരുന്നു, എഴുത്തിൻ്റെ ലോകത്തേക്കും കടന്നു വരുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. അതിന് മറ്റൊരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഒരുപക്ഷെ ആഴ്ചയിൽ ഏതാണ്ട് 10 മണിക്കൂർ വെച്ച് ജനങ്ങൾ വായിക്കുന്നത്. അത് വീക്കിലി ആയാലും ന്യൂസ് പേപ്പർ ആയാലും അടക്കം. അത് കേരളത്തിൽ ഒരുപക്ഷെ 83% ആളുകളും പത്രം വായിക്കുന്ന ഈ കേരളത്തിൽ നമ്മൾ ഏതൊരു ചെറുപ്പക്കാരനും ആവറേജ് ഒരു 30 മിനിറ്റ് വായനയിൽ മാറ്റി വെക്കുന്നു എന്നുള്ളതും ഏതാണ്ട് 80,000 ലൈബ്രറികളുണ്ട് എന്നുള്ളതും ഈ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഉണ്ണി ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ലിറ്റററി സർവീസ് യുവ എഴുത്തുകാർക്ക് ഇത്തരം പുസ്തകങ്ങൾ എഴുതുവാനും അത്തരം പുസ്തകങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാനും അത് റിവ്യൂവാനും അടക്കമുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അത് വലിയ ഉത്തേജനം നൽകും, പ്രയോജനം നൽകും എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പേജുകൾ മറിക്കുമ്പോഴും നമ്മൾ കൂടുതൽ ജ്ഞാനമുള്ളവരാകുന്നു എന്നാണ് പൊതുവെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ജ്ഞാനമുള്ളവർ, അല്ലെങ്കിൽ ആധികാരികമായി ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നവർ പറഞ്ഞിരിക്കുന്നു. ഓരോ പുസ്തകം മറിക്കുമ്പോഴും നമ്മൾ കൂടുതൽ ജ്ഞാനമുള്ളവരാകുന്നു. മറ്റു ചിലർ പറയുന്നത് ഓരോ പേജുകൾ മറിക്കുമ്പോഴും നമ്മൾ മറ്റു ലോകങ്ങളിലേക്കും ലോകങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകളും ഉള്ളതായി മാറുന്നു എന്ന ഒരു കാര്യവും പറയുന്നു. അപ്പോൾ പുസ്തക വായനയുടെ ഒരു മഹത്തായ, മറ്റു ബിസിനസ്സിനെല്ലാം ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ജനങ്ങളെ ജ്ഞാനമുള്ളവരാക്കുകയും അവരെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വെഞ്ചർ, അതിലേക്കാണ് ഉണ്ണി കടന്നത് എന്നതും ഞാൻ ഇതിൻ്റെ ഒരു വലിയ നേട്ടമായി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഞങ്ങളൊക്കെ വായിച്ച് തളർന്ന അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് യുവ എഴുത്തുകാർക്കും വലിയ പ്രാമുഖ്യം കിട്ടുന്നു.
ഇപ്പം ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചെന്നോ എന്ന് അറിഞ്ഞൂടാ, അഖിൽ പി ധർമ്മരാജിന്റെ ഒക്കെ പുസ്തകങ്ങൾ ഏതാണ്ട് 30,000 കോപ്പികൾ വരെ വിൽക്കാം. ഞാനൊരു പുസ്തകം വിറ്റ് 1000 വിറ്റത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പൊ 30,000 കോപ്പി വിറ്റടങ്ങുന്ന പുസ്തകങ്ങൾ, അത്ര മഹത്തായ പുസ്തകം. ചേരന്താത്തിനൊക്കെ 1 lakh കോപ്പി ആയിരിക്കും തന്നെ. അപ്പൊ യുവ എഴുത്തുകാർ എഴുതുന്ന പുസ്തകങ്ങൾക്ക് ഒരുപക്ഷെ MP അല്ലെങ്കിൽ അതുപോലെ എസ് കെ പൊറ്റക്കാടൊക്കെ എഴുതിയ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നേരത്തെ ഒരു അഡ്വക്കേറ്റ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഉറങ്ങാതെ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ എണ്ണത്തിനേക്കാൾ എത്രയോ ഉയരെയാണ് ഇത്തരം പുസ്തകങ്ങളുടെ വിൽപ്പന എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് എതിരാണ്. പുസ്തക വായന കുറയുന്നില്ല, കൂടുതലാവുന്നു, യുവാക്കൾ കൂടുതൽ വായിക്കുന്നു. പ്രത്യേകിച്ച് ഏതാണ്ട് 65% യുവാക്കൾ താമസിക്കുന്ന ഇന്ത്യയിൽ എങ്കിലും വായനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ലഭിക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. ഏതായാലും ഞാൻ എന്നെക്കുറിച്ച് മാത്രം ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് ഈ പുസ്തകം, രണ്ടാമത്തെ പുസ്തകം, ആദ്യത്തെ പുസ്തകം എങ്ങനെ എഴുതി തീർന്നു, രണ്ടാമത്തെ പുസ്തകമാണ് എനിക്ക് ശരിക്കും ഉണ്ണിയുടെ സഹായം കിട്ടിയത്. അതൊരുപക്ഷെ ഉണ്ണി എഴുതി തീർത്തു എന്ന് പറയുകയാണെങ്കിൽ ശരിയാണ്. കാരണം ഞാൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത, ഞാനിവിടെ അത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി, ചെഗുവേരയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. അത് കുറച്ചൊരു ക്രിട്ടിക്കൽ പുസ്തകമായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് ഒരു 35ഓളം പുസ്തകങ്ങൾ, ഇത് കാണുമ്പോൾ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഏതാണ്ട് 35ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനകത്തോടുന്ന എക്സ്ട്രാക്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം കൊടുക്കുമ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ അത് എൻ്റെ ഒരു വലിയ കടന്ന കൈയാണ്. കാരണം ചിലതൊക്കെ ഞാൻ വിദേശത്ത് വരുത്തിയപ്പോൾ അത് സ്പെയിൻ ഭാഷയിലേക്ക് ആയിപ്പോയി. അത് പിന്നെ വേറെ രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ല ഈ ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ. അത് അത്ര ഫ്ലോ ആയി ഒരൊറ്റ ഇരുത്തത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകങ്ങളുടെ ഘടനയല്ല. മറിച്ച് പ്രത്യേകിച്ച് അതൊരു ചരിത്ര പുസ്തകമാണെങ്കിലും കുറച്ചൊക്കെ ഫാൻറ്റസിയും കൂടുതൽ നുണയും ഒക്കെ ചേർന്ന ഒരു പുസ്തകങ്ങളുടെ ഭണ്ഡാരത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു ഭാഗം മാത്രം എടുക്കുകയും അതിനെ ശുദ്ധീകരിച്ച മലയാളമാക്കി മാറ്റുകയും ചെയ്യുന്ന എന്നുള്ള മഹത്തായ പ്രവൃത്തി. ചായ കിട്ടി തരുമെന്ന് കാര്യത്തിൽ ഉറപ്പുള്ള ഒരു സത്യം ഞാൻ പറയാം. പലതവണ ചേച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. 3 മണി 4 മണിയൊക്കെ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് സത്യമല്ലോ, 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും പാവം. അതിനുശേഷം വീണ്ടും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും അതിൻ്റെ ടൈപ്പ് ചെയ്ത് തരികയും ചെയ്യുന്നത് അടക്കമുള്ള മഹത്തായ സംഭാവന അദ്ദേഹം ഇതിന് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ കൈകൊട്ടാണെങ്കിൽ പറയുന്നു, ഉണ്ണികൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ആ പുസ്തകം തീരില്ലായിരുന്നു. എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പുസ്തകം മഹത്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അധികം പേരും വായിച്ചിട്ടില്ല. പക്ഷെ വായിച്ചവർക്ക് തീർച്ചയായും ആ പുസ്തകത്തിന്റെ ഘടന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ അതിനെ യുക്തിഭദ്രവും അതുപോലെ തന്നെ ലളിതവുമാക്കി മാറ്റുവാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രത്യേകിച്ച് ഈ ലാറ്റിൻ അമേരിക്കൻ ഭാഷയിലെ പേരുകൾ, മിക്കവാറും പേരുകളൊക്കെ ഒന്നായിരിക്കും. ഗുവേരയും ചെഗുവേരയും ലാറ്റിൻ അമേരിക്കയിലുള്ള മറ്റു കുറെ ഗുവേരകൾ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. ഏത് ഗുവേര ഏത് കാലഘട്ടത്തിൽ എപ്പോൾ വന്നു എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ്. എഴുതി വരുമ്പോൾ എനിക്കും സംശയമായി. ഈ പാവമാണത് ഏത് ഗുവേര 1, 2 എന്നിട്ട് തിരിച്ചും പറിച്ചിട്ട് ഇത് അച്ഛൻ ഗുവേര, ഇത് മരിച്ച ഗുവേര, ഇടത്തേക്ക് പോയ ഗുവേര എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത്. അത് കാരണം അതൊരു ചെറിയ പണിയല്ല. പലപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കിയത്. ഓരോ പേജിൻ്റെയും അവസാനം എങ്ങനെയാണ് ഇതിൻ്റെ വാൽകഷ്ണവും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതി വെച്ചതെന്നൊക്കെ വളരെ വളരെ നന്നായി അതിൻ്റെ വിശുദ്ധീകരിച്ച മലയാളവും, പിന്നെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് പൈസ കൊടുക്കരുത്, ചാർജ് ചെയ്യരുത്, ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷനും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ഉടനെ വരും. അത് മനോഹരമായിട്ടുണ്ട്. അത് സത്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ സമയം വൈകിയത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഈ എറണാകുളത്ത് കിട്ടുക എന്നുള്ളത് വളരെ വളരെ പരിശ്രമിച്ച് മാത്രം എത്തേണ്ട ഒരു സ്ഥലമാണ്. കാരണം എനിക്കറിയാം, ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ബ്രേക്ക് ചെയ്ത് പറയാം. പക്ഷെ ഇതിലെനിക്കൊരു ദേഷ്യവും വിഷമവും കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞില്ല. അത് ഇവിടെ വെച്ച് തന്നെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പം ഈ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണുമ്പോൾ സച്ചിനോ അതുപോലെ തന്നെ ഗവാസ്കറിനോ എത്രത്തോളം ദേഷ്യം ഉണ്ടാകുന്നു
അത്രത്തോളം ദേഷ്യത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇവരിങ്ങനെ ഇത് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഓരോ പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ, ഞാൻ 8 വർഷം കൊണ്ട് ഇറക്കിയ പുസ്തകത്തിന്റെ മുകളിൽ ഓരോ ചെറുപ്പക്കാർ ദിവസം രാവിലെ ഒന്ന് പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ റെക്കോർഡ് മുഴുവൻ തകർന്നു. 2 പുസ്തകം എഴുതിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഞെട്ടിപ്പോയി. അത് കാരണം അത് അത്ര നല്ലതല്ല. എല്ലാവരെയൊന്നും പഠിപ്പിക്കണ്ട, കുറച്ചുപേരൊക്കെ ചെയ്താൽ മതി. കുറച്ച് പൈസയൊക്കെ കൂട്ടി നല്ല രീതിയിൽ ചെയ്യണം എന്നും കൂടി ഉണ്ട്. ഞാൻ തമാശക്ക് പറഞ്ഞാണ്, യുവാക്കൾക്ക്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് എങ്ങനെ പുസ്തകം എഴുതണമെന്ന് തികച്ചും അതൊരു ഇച്ചിച്ചനാട്ട്. നമുക്ക് ഒരു പുസ്തകത്തെക്കുറിച്ച് എന്ത് എഴുതണമെന്ന് ജ്ഞാനം ഉണ്ടായാൽ പോരാ. ആ പുസ്തകത്തിന് വേണ്ട ചില കെട്ടുറപ്പുകൾ, അതിൻ്റെ അധ്യായങ്ങൾ, അതെങ്ങനെ ചിട്ടപ്പെടുത്തണമെന്നും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നോ അതെങ്ങനെ പ്രിന്റ് ചെയ്യണമെന്നോ. പ്രിന്റ് ചെയ്യാനുള്ള ലോകോത്തര എക്സ്പെർട്ട് ഉണ്ട്. ഇന്റർനാഷണൽ കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അഡ്വർടൈസിങ് ഏജൻസി തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു അവിടുത്തെ കൊച്ചുകുട്ടിയായിട്ട് അവിടെ ഉണ്ടായില്ല. ഇന്റർനാഷണൽ അവാർഡ് തന്നെ കേരളത്തിലേക്ക് ഒരു 10-15 തവണ വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ സ്ഥിരം ചെല്ലാറില്ല, കാരണം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അങ്ങോട്ട് അത്ര ചെല്ലാറില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇലക്ഷനിൽ ഒറ്റവർക്കും കൊടുത്തില്ല, കാരണം അങ്ങോട്ട് ചെന്ന കുടുംബം പണം വയ്ക്കാൻ ചെയ്തു. ഇപ്പോഴേ ഭാര്യയുടെ 2-3 മാലയൊക്കെ പണയത്തിലാണ്. ഇപ്പം അതും കൂടെ വേണ്ട, കാരണം ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. പക്ഷെ അദ്ദേഹം ആ കമ്പനി ഉപയോഗിക്കുന്ന, എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രിന്റിങ്ങിൽ, അതിൻ്റെ മഷി ഉപയോഗിക്കുന്നതിൽ, അത് വാഷ് ചെയ്യുന്നതിൽ, പണ്ടൊക്കെ വാഷിംഗ് ഉണ്ടായിരുന്നു. അത്തരം കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തൊട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ ക്വാളിറ്റി ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിൽ വരെ അവാർഡ് കിട്ടുന്നത്. ലോകത്ത് എവിടെ ഒരു പുതിയ അച്ചടി മെഷീൻ ഉണ്ടായാലും അത് ഇങ്ങോട്ട് കൊണ്ടുവരുവാനും കേരളത്തിൻ്റെ അച്ചടി രംഗത്തെ പുഷ്ടിപ്പെടുത്തുവാനും അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് 2 രീതിയിൽ നമുക്കിവിടെ 2 പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ എഴുത്തിലും അതിൻ്റെ ഘടനയിലും ഒരു പുതിയ തലമുറയെ പ്രചോദിപ്പിക്കുവാൻ പറ്റുന്ന ഉണ്ണികൃഷ്ണൻ, അത് പ്രിന്റ് ചെയ്യുവാൻ ഏറ്റവും ലോകത്തെ പ്രസിദ്ധമായ ഒരു പ്രിന്റിംഗ് മെഷീൻ്റെ ആളും ഇതേ വേദിയിൽ എത്തി എന്നുള്ളത് ഞാൻ മഹത്തായ ഒരു കാര്യമായി തന്നെ കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു മഹത്തായ കാര്യം എനിക്ക് തോന്നിയത്, എന്തെങ്കിലും കേസുണ്ടായാൽ കണക്ക് കൂട്ടാൻ അറിയാത്ത ഒരു അഡ്വക്കേറ്റും ഉണ്ടായിരുന്നുണ്ട്. ഫീസിന്റെ കാര്യത്തിലും അതേ കണക്കൂട്ടിൽ തന്നെ വേണം എന്നും, അത് കോടതി വാദിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഇതിനും വേണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും യോജിച്ച ഒരു എന്താ നമ്മുടെ സദസ്സും വേദിയുമാണ്. തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കറിയാം എല്ലാ സേവനങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സും അല്ലെങ്കിൽ എല്ലാ തൊഴിൽ മേഖലയും ലക്ഷ്യം വയ്ക്കുന്നത് ഒരൊറ്റ കാര്യത്തിലായിരിക്കാം. തീർച്ചയായും അതിന് ലാഭം വേണം, നമുക്ക് ജീവിക്കണം. അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഓരോ നേട്ടവും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഓരോ കാര്യവും സമൂഹത്തിന്റെ നേട്ടത്തിന് കൂടി, ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് കൂടി, ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പിന് കൂടി സഹായകമാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ചിന്ത എല്ലാ വെഞ്ചേഴ്സിനും അല്ലെങ്കിൽ എല്ലാ എന്റർപ്രണേഴ്സിനും അതിന്റെ പുറകിലുള്ള എല്ലാവർക്കും ഉണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഉണ്ണി ഈ മുന്നോട്ട് വെച്ച ആശയം, ഒരു പുതിയ ചെറുപ്പക്കാരന് അവനൊരു പുസ്തകം എഴുതുവാനുള്ള ആശയമുണ്ടെങ്കിൽ അത് കൃത്യമായ വഴിയിലൂടെ അതിൻ്റെ പൂർണ്ണമായ ഘടനകൾ എല്ലാം കൂട്ടിവൽക്കരിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന എല്ലാ സർവീസുകളും ചെയ്യാൻ കിട്ടുന്ന തരത്തിൽ ഒരു ഏകീകൃത സ്വഭാവം സൃഷ്ടിച്ചത് ഏറ്റവും മഹത്തായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന് മാത്രമല്ല സമൂഹത്തിന് വലിയ ഗുണം ചെയ്യേണ്ടതാണ് ഇത്തരം പ്രവൃത്തിയിലൂടെ. ധാരാളം എഴുത്തുകാർ, അത് ഞാൻ നേരത്തെ എതിർത്ത അല്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ടായ മറ്റ് അത് ത്രില്ലർ ആയാലും റൊമാൻസ് ആയാലും മറ്റുള്ള ഏത് പെർഫോമൻസിലും അവർ ചരിത്രവും രാഷ്ട്രീയവും മാത്രം എഴുതണ്ട, എനിക്ക് കോമ്പറ്റീഷനായിട്ട് അങ്ങനെ എല്ലാവരും വരണ്ട എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും അവർ ദീർഘമായി എഴുതുകയും മറ്റു പല റെക്കോർഡുകളും സൂര്യവംശി തകർത്തതുപോലെ നിരന്തരം റെക്കോർഡുകൾ തകർത്തുകൊണ്ട് അഖിലിന്റെ 30,000 തകർത്തുകൊണ്ട് 40,000 കോപ്പികളൊക്കെ വിൽക്കാൻ കഴിയുന്ന മഹത്തായ പുസ്തകങ്ങൾ, ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ, ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എഴുതുവാനുള്ള എഴുത്തുകാരും അവരെ സഹായിക്കുവാനും അദ്ദേഹവും 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ നല്ല പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന് കൂടുതൽ എഴുതുവാനും അത് ഒരു നോവലോ അല്ലെങ്കിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും സിനിമയും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിനിമകൾ എഴുതുവാനും അതുപോലെ തന്നെ ഭാവിയിൽ ഒരു സിനിമാ സംവിധായകനായി ഉയരുവാനും അദ്ദേഹത്തിന് ആ പ്രാർത്ഥനയുള്ള കഴിവുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.